പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ശരീരത്തിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു ജ്യൂസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മൂസമ്പി ജ്യൂസാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 മൂസമ്പി എടുത്തിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് തണ്ടത്തിലുള്ള മൂസമ്പി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. നമുക്ക് പച്ച മൂസമ്പിനേക്കാളും ഏറ്റവും നല്ലത് ഈ ഒരു കളറുള്ള മൂസമ്പി വെച്ച് ജ്യൂസ് അടിക്കുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ജ്യൂസിനായിട്ട് തയ്യാറാക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള കുരുവൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതി നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലുള്ള കുരുവിനെ പെട്ടെന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ആ ഒരു കുരുവിനെ വേഗം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനും കഴിയും. നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് കുരുവൊക്കെ കൂടിയാണ് ജ്യൂസ് അടിക്കുന്നതെങ്കിൽ ജ്യൂസിനൊരു കപ്പ് ടേസ്റ്റ് ആയിട്ടുണ്ടാകും കേട്ടോ. ഒന്ന് ഈ ഒരു രീതിയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മൂസമ്പി ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ മൂസമ്പി മുറിക്കുന്ന രീതിയിൽ തന്നെ മുറിച്ചിട്ട് അതിനെ നടുവിൽ മുറിച്ചെടുക്കുക ചെയ്യുന്നു കേട്ടോ. ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് കുരു പോക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് ചെയ്ത രീതിയാണ് കേട്ടോ ഏറ്റവും സിമ്പിൾ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനും കഴിയും. പിന്നെ ഈ വെള്ളത്തൊലിയൊന്നും നമ്മൾ കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ കുരു പോക്കിയതിന് ശേഷം, അപ്പോൾ അധികം കുരുമില്ലാത്ത മൂസമ്പിയാണ് കേട്ടോ ഇത് ഉള്ളത്. കുരു പോക്കിയതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ കത്തി കൊണ്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് വട്ടത്തിൽ എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ തൊലി വേഗം കളഞ്ഞ് കിട്ടും. ഈ ഒരു രീതിയാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത്. 2 രീതിയിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യട്ടോ. ഇതാണ് കേട്ടോ ഏറ്റവും സിമ്പിൾ. ഇങ്ങനെ ആകുമ്പോൾ തൊലി വേഗം നമുക്ക് പറിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ആ വെള്ള കളറിലുള്ള തൊലി പോക്കണമെന്നില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിനി കൂടുതലായിട്ട് പണികളൊന്നുമില്ല. ഇതിന് ആവശ്യത്തിനുള്ള മധുരം ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ മൂസമ്പി കുറച്ച് പുളിയുള്ളതായതുകൊണ്ട് കുറച്ച് മധുരം കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുന്നു. നിങ്ങൾക്ക് ഐസ് വാട്ടർ ചേർക്കുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ ഈ ഒരു ചൂടിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് വാട്ടർ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത് അടിച്ചതിന് ശേഷം കുറച്ച് ചേർത്ത് കൊടുത്താണ്. എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ കുടിക്കുമ്പോൾ കഫക്കെട്ട് വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ജ്യൂസ് ഇവിടെ അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി സെർവ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് കുറച്ച് രാത്രി സമയത്താണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു വെളിച്ചത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അടിപൊളി ജ്യൂസാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ ഏറ്റവും നല്ലൊരു ജ്യൂസാണ് കേട്ടോ അത്. മൂസമ്പി നമ്മൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ കൂടുതലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും